ഹലോ ഹായ്. പിന്നെ എൻ്റെ കയ്യിൽ ഒരു ബോട്ടിലുണ്ട്. ബോട്ടിലാണെങ്കിൽ ഒരു ക്രീമുണ്ട്. ഈ ക്രീം നമുക്ക് തനിയെ വീട്ടിൽ ഹോം മെയ്ഡായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഈ ക്രീം ഉണ്ടാക്കുന്നത് ഉലുവ വെച്ചിട്ടാണ്. ഉലുവ ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് അത് വേറൊരു പാനിലേക്കൊന്ന് ഒഴിക്കണേ. സ്റ്റൗ ഒന്ന് ഓണാക്കിയതിന് ശേഷം പാനിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടി ആട്ടോ ചേർക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് ഇതേപോലെ തിക്കാന്നേരം ഒന്ന് കുറുക്കിയെടുക്കുക. അതിനുശേഷം ഒരു അരിപ്പയിൽ കൂടെ ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കുമ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അത് മതിയേ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് അലോവേര ജെല്ലാട്ടോ. അലോവേര ജെല്ലും കൂടെ ചേർത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് ഈ കൺസിസ്റ്റൻസിയിൽ വരുവേ. ഇനി നമുക്ക് നനവൊന്നുമില്ലാത്ത ഒരു ബോട്ടിലേക്ക് ഇതേപോലെ ഒന്ന് ഇട്ടതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാം. തുടർച്ചയായിട്ട് കുറച്ച് ദിവസം ഉപയോഗിച്ച് നോക്കുവാണെങ്കിൽ മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റുവേ. ഇത് നമുക്ക് കണ്ണിനടിയിൽ തേച്ച് കൊടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഡ്രൈ ഫേസിലേക്ക് നല്ലതുപോലെ അബ്സോർവ് ആവും. നമുക്കത് അറിയാൻ പറ്റും. ആ സമയത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ വാഷ് ചെയ്ത് കളയാം. കണ്ട നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫേസിൽ നന്നായിട്ട് പിടിച്ച് വാഷ് ചെയ്തിട്ട് തരണം. ഞാനങ്ങനെ ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെ ക്രീമൊക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമുണ്ട്, നാച്ചുറലായിരിക്കണം, ഹോം മെയ്ഡൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ക്രീമാട്ടോ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.